ദുബായിലെ US എംബസിക്ക് നേരെ ആക്രമണം. ഇറാനിലും ലെബനനിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. പശ്ചിമേഷ്യയിൽ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദുബായിലെ അമേരിക്കൻ എംബസിക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായി. എംബസി മന്ദിരത്തിൽ നിന്നും കറുത്ത പുകയും തീയും ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇറാനിലും ലെബനനിലും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഇരു രാജ്യങ്ങളിലുമായി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇറാനിൽ മാത്രം ഇതുവരെ 787ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിനു പുറമെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലായി 6 അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിൽ ഉടനീളം ഇറാനും പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും നയതന്ത്ര കാര്യാലയങ്ങളെയുമാണ് ഇറാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഈ തുടർച്ചയായുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചതിനാൽ ആയിരക്കണക്കിന് യാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്.